എന്തിന് മുഖ്യമന്ത്രി PM ശ്രീയിൽ ഒപ്പുവെച്ചു? കഴിഞ്ഞ ഒരാഴ്ചയായി പടർന്ന ചോദ്യം. ഇതിൽ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് നിരന്തരം പ്രതിപക്ഷവും CPIയും ആവർത്തിച്ചിരുന്നു. അത് സത്യമായി വരികയാണ്. മുഖ്യനെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് പിടിമുറുക്കാൻ സാധ്യതയുള്ള നിരവധി കേസുകളുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള കണക്ക് എടുക്കുകയാണ് എങ്കിൽ മാത്രം മുഖ്യൻ വെള്ളം കുടിക്കും. എന്നാൽ ഇപ്പോഴുള്ള ഈ ഒപ്പുവെക്കൽ ചെന്നവസാനിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജി പിന്മാറി എന്നുള്ളതാണ്. ഇന്ന് ഹർജി പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസ് VM ശ്യാംകുമാറാണ് പിന്മാറിയത്. കാരണം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ആരുടെ സമ്മർദ്ദപ്രകാരമാണ് ഈ ജഡ്ജി പിന്മാറിയതെന്ന ചോദ്യം നിൽക്കുമ്പോൾ PM ശ്രീയുമായി കൂട്ടി വായിക്കേണ്ടി വരികയാണ്. CBI അന്വേഷണ ഹർജി ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. വീണ വിജയൻ അടക്കമുള്ളവർക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിക്കുന്നത്. അതേസമയം മാസപ്പടി കേസിലെ പ്രോസിക്യൂഷൻ നടപടി സ്റ്റേ ചെയ്യണമെന്ന് CMRL കമ്പനി സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് ഡൽഹി ഹൈക്കോടതി 2026 ജനുവരി 13 മാറ്റുകയും ചെയ്തിട്ടുണ്ട്. SFIOയുടെ കേന്ദ്ര സർക്കാരിന്റെയും അഭിഭാഷകർ ഹാജരാവുകയും ചെയ്തിട്ടില്ല. ഇതോടെയാണ് ജസ്റ്റിസ് നീന ബെൻസാർ കൃഷ്ണ വാദം കേൾക്കൽ മാറ്റിയത്. അപ്പോൾ എന്തിനായിരുന്നു PM ശ്രീ എന്നും അരിയാഹാരം കഴിക്കുന്ന ആർക്കായാലും മനസ്സിലായി കാണുമല്ലോ. നേരത്തെ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളിയിരുന്നു. വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRLും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് വിജിലൻസ് അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജി കമ്പനി CMRLിൽ നിന്ന് മാസപ്പടി വാങ്ങിയത് എന്നും ഇത് വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുമായിരുന്നു മാത്യു കുഴൽനാടന്റെ വാദം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ എതിർകക്ഷികളാക്കിയാണ് ഹർജി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് മാസപ്പടിയായി പണം നൽകിയെന്ന ആരോപണം ഉയർന്ന കേസിൽ CMRL കമ്പനിക്ക് സംസ്ഥാന സർക്കാർ വഴിവിട്ട സഹായങ്ങൾ നൽകി എന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. എന്നാൽ തെളിവില്ലെന്ന് കണ്ടെത്തിയാണ് വിജിലൻസ് കോടതി ഈ ആവശ്യം തള്ളിയത്. സ്വന്തം മകളെ രക്ഷിക്കാൻ സംസ്ഥാനത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്നത് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. ഇന്നലെ ഹർജി പരിഗണിച്ചപ്പോഴാണ് SFIOയ്ക്കും കേന്ദ്ര സർക്കാരിനുമായി അഭിഭാഷകർ കോടതിയിൽ ഹാജരായിരുന്നില്ല. തുടർന്നാണ് ജസ്റ്റിസ് നീന ബെൻസാർ കൃഷ്ണ വാദം കേൾക്കൽ മാറ്റിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ് എങ്കിലും കേന്ദ്രം കേസ് സീരിയസ് ആയി കാണുന്നില്ലെന്ന് CMRLിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്ന് SFIOയും CMRLും നേരത്തെ ആരോപിച്ചിരുന്നു. കമ്പനി രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് CMRL നൽകിയ അപേക്ഷയിൽ കോടതി കേന്ദ്രത്തിന് നോട്ടീസും അയച്ചു. ഇത് ASG വഴി നൽകണമെന്ന ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. PM ശ്രീയിലെ ഒപ്പുവെക്കലും പിന്നാലെ ജഡ്ജിയുടെ പിന്മാറ്റവും എന്താണെങ്കിലും ദുരൂഹമാവുകയാണ്.